ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എൻ്റെ നേരെ അനിയനാണ് അബ്രഹാം. ധാരാളം പ്രാർത്ഥിക്കുകയും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ദൈവത്തിൻ്റെ സ്വീകാര്യമായ സമയം എഫാത്ത പ്രാർത്ഥനയിലൂടെയാണ് ദൈവം കൊടുത്തത്. ഈ കൂട്ടായ്മയിൽ വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ കൂട്ടായ്മയിൽ 6ാമത്തെ വർഷത്തിലേക്ക് എത്തിച്ചേരുകയാണ്. എത്രയോ അനേകര് പല ദേശങ്ങളിൽ നിന്നും കടന്നു വന്ന് ഈ പ്രാർത്ഥനയിൽ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച് വിലയേറിയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കൂട്ടായ്മയിൽ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും. അവരുടെ എല്ലാം ജീവിതത്തിൽ എഫാത്തയിലൂടെ കർത്താവിൻ്റെ സ്പർശനം അനുഭവിച്ച മധുരമായ ഓർമ്മകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് ആരും തന്നെ കടന്നു വരികയില്ലായിരുന്നു. വന്ന ആരെയും വെറും കൈയോടെ കർത്താവ് പറഞ്ഞു വിട്ടിട്ടില്ല. അവനൊരിക്കലും വെറും കൈയോടെ പറഞ്ഞു വിടുന്നതല്ല. അവനെ അന്വേഷിക്കുന്ന ആരെയും ഒരു നാളും അവൻ തള്ളിക്കളയില്ല. എത്രമാത്രം കഠിനമായ പാപിയാണെങ്കിലും, ഉപേക്ഷിക്കാൻ പറ്റാത്ത പാപത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, അനേകർ ഉപദേശിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത പല ദുശ്ശീലങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെങ്കിലും, ദൈവം ഒരിക്കലും അവന്റെ മുമ്പിൽ നിന്നും അവന്റെ മുഖം മറയ്ക്കുകയില്ല. കാരണം ക്രിസ്തുവിനെ നമുക്ക് അവൻ നൽകിയതിലൂടെ, തൻ്റെ പ്രിയപുത്രനെ നൽകിയതിലൂടെ ഇനി സ്വർഗത്തിൽ നമുക്ക് നൽകുവാൻ വേണ്ടി വേറൊന്നും ബാക്കി വച്ചിട്ടില്ല. സർവ്വതും ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നോക്കി, മറ്റുള്ളവരെ പഴിച്ചതുകൊണ്ടോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ നമ്മൾ അനുഗ്രഹം പ്രാപിക്കില്ല. മറിച്ച് ഞാൻ കുറവുള്ളവനും കുറവുള്ളവളുമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക. അതിന് നമ്മുടെ പാപം തടസ്സമല്ല, നമ്മുടെ ബലഹീനത തടസ്സമല്ല, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള തഴക്കദോഷങ്ങളുണ്ടെങ്കിൽ തടസ്സമല്ല. മറ്റുള്ളവർ ഒരുപക്ഷെ നിന്നെ അപമാനിക്കുന്ന രീതിയിൽ, നിന്നെ കുറ്റപ്പെടുന്ന രീതിയിൽ നിനക്ക് ചുറ്റും നിന്ന് പരിഹസിക്കുന്നുണ്ടെങ്കിലും നീ ഭയപ്പെടാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, മറ്റുള്ളവരെ പരിഹാസത്തിനെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവൻ ഒഴുകിത്തരും. അങ്ങനെ ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു വരുന്ന അനുഭവമാണ് ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്കൊന്നും പുരോഗതി ഉണ്ടാകിയില്ല, എപ്പോഴും അധോഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കുക. എപ്പോഴും നമ്മൾ നെഗറ്റീവാ ചിന്തിക്കുക, പോസിറ്റീവ് ചിന്തിക്കുകയില്ല. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് തകർന്നു പോകുമോ, അത് പരാജയപ്പെട്ടു പോകുമോ, അത് വിജയിക്കുമോ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത്. എൻ്റെ രോഗം എനിക്ക് മാറുമോ, പെട്ടെന്നൊരു തലവേദന വന്നു, ക്യാൻസർ ആണോ എന്നാണ് പിന്നെ ചിന്തിക്കുന്നത്. നടുവേദന വന്നു, നട്ടലിന് എന്തെങ്കിലും കുഴപ്പമാണോ എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ വരുമ്പോൾ നമ്മൾ അപ്പോൾ ചിന്തിക്കുക, എന്തോ മാരകമായ രോഗമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ചെറിയ തലവേദനയും പുറം വേദനയും വയറുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഓടി വരും, എനിക്കെന്തോ മാരകമായ രോഗമാണ്, ഞാൻ മരിച്ചു പോകും, അന്ന് പ്രാർത്ഥിച്ച് നോക്കാവോ. ഒരു പ്രയാസം ഉണ്ടാകില്ല ചില ആളുകൾക്കൊന്നും. വെറുതെ ഓടി വരിക, ഇങ്ങനെ ഭയം, പലതരത്തിലുള്ള ഭയം, നെഗറ്റീവായ ചിന്തകൾ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ കടന്നു വരുന്നു. ഇത് പിശാചാണ് നൽകുക. ദൈവം ഒരിക്കലും അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നൽകി മനുഷ്യനെ ഭയപ്പെടുത്തുകയോ അവനെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അഭിവൃദ്ധിയാണ് ദൈവം എല്ലാ മനുഷ്യർക്കും നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ അഭിവൃദ്ധി ലഭിക്കാത്തതിൻ്റെ കാരണം നിയമാവർത്തന പുസ്തകം 28:13 പറയുന്നു, ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരുടെ കൽപ്പന പാലിക്കുമ്പോൾ അഭിവൃദ്ധി ഉണ്ടാകുന്നെന്ന് പറഞ്ഞത്?
ദൈവമായ കർത്താവിന്റെ കൽപ്പന പാലിക്കുമ്പോൾ, പലരുടെയും കൽപ്പന നമ്മൾ വേദവാക്യം പോലെ അനുസരിക്കാറുണ്ടാകും. അവൻ പറയുന്ന പോലെ ചെയ്യും, അവൾ പറയുന്ന പോലെ ചെയ്യും, കൂട്ടുകാരൻ പറയുന്ന പോലെ ചെയ്യും, കൂട്ടുകാരി പറയുന്ന പോലെ ചെയ്യും, അതുപോലെ ഡോക്ടർ പറയുന്ന പോലെ ചെയ്യും. അങ്ങനെ ലോകത്തിലെ പലതരത്തിൽ ഉയർന്ന വ്യക്തികൾ പറയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ആ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കൽപ്പനകൾ എന്നുള്ളത് നമുക്ക് അറിയാം. ശ്രദ്ധാപൂർവം പാലിക്കേണ്ട കൽപ്പന എന്തെല്ലാം വേണമെന്ന് നമുക്കറിയാം. ഈ കൽപ്പനകൾ പലപ്പോഴും നമ്മൾ അവഗണിച്ച് കളയാറുണ്ട്. ഇപ്പൊ അബ്രഹാം അനിയൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ അവൻ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായി. പലരും പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വരും. അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള മറുപടി അല്ല കിട്ടുന്നെങ്കിൽ പ്രാർത്ഥനയും നിർത്തി പിന്നെ ആ വഴിക്കേ വരികയില്ല. പരസ്യം കൊടുക്കണമെന്ന ആഗ്രഹമാണ്. അവൻ ധാരാളം പരസ്യം കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കും പരസ്യം കൊടുത്താൽ ഒരു സാധനം എളുപ്പം വിറ്റ് പോകാൻ പറ്റുമെന്ന്. പക്ഷെ എത്രയോ പ്രാവശ്യം പേപ്പറുകളിലും ഇന്റർനെറ്റിലും ധാരാളം വോക്കർമാരോടും ഒക്കെ പറഞ്ഞിട്ട് പരസ്യം കൊടുത്തിട്ടും നടക്കാത്തൊരു കാര്യം കർത്താവ് ഏറ്റെടുത്തപ്പോൾ ഒരു പരസ്യവുമില്ലാതെ ദൈവം ഇടപെട്ടു. അപ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിന്റെ ചിന്തകൾ ഇപ്രകാരമാണ്: ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി അങ്ങ് ചെയ്താൽ മതി, ദൈവം പറയുന്നൊന്നും കേൾക്കണ്ട. അപ്പോൾ അവനോട് പറഞ്ഞത്, കർത്താവ് അന്നേരം പറഞ്ഞത്, പരസ്യം കൊടുക്കുന്ന പണം എഫാത്തയുടെ ശുശ്രൂഷയ്ക്ക് നൽകാനാണ്. പലപ്പോഴും ശുശ്രൂഷകൾക്ക് പണം കൊടുക്കാൻ മടിയാണ്. അവർ പറ്റിക്കാൻ വേണ്ടിയിരിക്കുന്ന, അവർ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നതാ. ഞാൻ ആരോടും അങ്ങനെ ശുശ്രൂഷയ്ക്ക് പണം കൊടുക്കാൻ, എഫാത്തയുടെ ശുശ്രൂഷയ്ക്ക് പണം കൊടുക്കാൻ പറയാറില്ല. ഇവിടെ ഇരിക്കുന്ന അനേകരുണ്ട്, അവർക്കറിയാം. എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്. അവരോട് എപ്പോഴെങ്കിലും എഫാത്തയുടെ ശുശ്രൂഷയ്ക്ക് പണം കൊടുക്കണമെന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് പറയാൻ ധൈര്യം വന്നത് എൻ്റെ അനിയനായതുകൊണ്ടാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, എഫാത്തയ്ക്ക് പൈസ കൊടുത്തെന്ന് പറയാം. വേറെ ചോദിക്കാനൊന്നുമില്ല. ചോദിച്ചാലും കുഴപ്പമില്ല, നീ കുറച്ച് കൊടുത്തേക്കാന്ന് എനിക്ക് ധൈര്യമായിട്ട്. പക്ഷെ മറ്റുള്ളവരോട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് വലിയ പുലിവാലാകും. പിന്നെ ഇവിടെ പണപ്പിരിവാകുന്നും പണം കൊണ്ട് ഏതോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണെന്നും അല്ലെ ആഘോഷമായിട്ട് ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് അപഖ്യാതി പറയാൻ ഇടയാക്കും. അതുകൊണ്ട് ഒരിക്കലും പണത്തിന്റെ പിരിവിനെക്കുറിച്ച് എഫാത്ത പറഞ്ഞിട്ടില്ല. ഇത്രയും കാലങ്ങൾ ഈ ശുശ്രൂഷ നടത്തിയപ്പോൾ ഒരു വേദിയിൽ പോലും നമ്മൾക്ക് ശുശ്രൂഷയ്ക്ക് പ്രയാസമുണ്ട്, കടന്നു വരുന്നവരോട് എന്തെങ്കിലും സഹായം തരണമെന്നൊരിക്കലും എഫാത്തയുടെ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടില്ല. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, ഒരാളോടും പണം ചോദിക്കണ്ട എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് ദൈവം നടത്തിക്കൊള്ളും. ദൈവം ഇത്രത്തോളം നടത്തി, ആരോടും ചോദിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ചോദിച്ചു, ഞങ്ങളുടെ ഈ ജനറേറ്റർ വാങ്ങാൻ നേരത്തെ ലിസി ചോദിച്ചു. വേറെ ആരോടും ചോദിച്ചില്ല. ചോദിച്ചത് ലിസിയുടെ ചാച്ചനോടും ആങ്ങളമാരോടും പോയി പറഞ്ഞു, ഞങ്ങൾക്ക് ജനറേറ്റർ വാങ്ങാനുണ്ട്, കുറച്ച് പൈസ തയ്ക്കാനില്ല. ധൈര്യപൂർവ്വം ചെന്ന് ചോദിച്ചു. ആങ്ങളോടും ചാച്ചനോടും ചോദിക്കാം, വേറെ ആരോടും ചോദിച്ചില്ല. അപ്പം അങ്ങനെ അവർ സഹായിച്ചു കേട്ടോ, വലിയൊന്നും സഹായിച്ചില്ലെങ്കിലും സഹായിച്ചു. അപ്പം ഒരു പെട്ടെന്ന് നമുക്ക് ജനറേറ്റർ വാങ്ങുവാൻ നമ്മുടെ എഫാത്തയുടെ കൂട്ടായ്മയിലുള്ളവര്, ഞങ്ങളുടെ കോർഗ്രൂപ്പിലുള്ളവര് അവർക്ക് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ സഹകരിച്ചു. ഉണ്ടായിട്ടൊന്നുമല്ല, അവർ സഹകരിച്ചു. അത് കേട്ടറിഞ്ഞവരെ ഇങ്ങോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ 1000 രൂപ പ്രതീക്ഷിച്ച ഒരാളുടെ നിന്ന് 10,000 20,000 രൂപ തന്നവരുണ്ട്. ഒരു പൈസ തരണമെന്ന് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, കൊണ്ടുവന്ന് തന്നവരുണ്ട്. അപ്പം അത്രയും അധികമായി ദൈവം എഫാത്തയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഈ എഫാത്തയുടെ ശുശ്രൂഷയിൽ ഒരു തരത്തിലുമുള്ള പിരിവോ സ്വസ്ത്രക്കാഴ്ചയോ ഒന്നും എടുക്കാറില്ല. നമ്മൾ മറ്റുള്ളവരുടെ സ്ഥലങ്ങളെ കുറ്റം പറയുകയല്ല. നമ്മൾ എവിടെ ചെന്നാലും കേൾക്കാറുള്ളത് പിരിവാണ്. പിരിവിനെ കുറിച്ചാ. തികയുന്നില്ല എന്നുള്ള ശുശ്രൂഷകൾ എവിടെ ചെന്നാലും കേൾക്കുക, തികയുന്നില്ല. അതിന് ജനങ്ങളോട് ഇങ്ങനെ പറയുകയാണ്. പിരിവെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പ്രത്യേക അവസ്ഥ ഉണ്ടാകും. അത് മാറി നമ്മൾ സ്വയം തീരുമാനിക്കുക, ഞാൻ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും, അതാ തോന്നുന്ന കാര്യം തീരുമാനിച്ച് കൊണ്ടേ കൊടുക്കുന്നതും ചോദിച്ചിട്ട് കൊടുക്കുന്നതും തമ്മിൽ ദൈവസന്നിധിയിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ചോദിക്കാതെ സ്വയം തീരുമാനിച്ച് കൊണ്ടേ കൊടുക്കുമ്പോഴാണ് ദൈവം ആ വ്യക്തികളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുക. എഫാത്തയുടെ എല്ലാ കാര്യങ്ങളും ആരോടും ചോദിക്കാതെ എല്ലാവരും
കൊണ്ടെത്തുന്നതാണ്. ഒരിക്കൽ ഞങ്ങൾ ഈ കമ്പ്യൂട്ടർ വാങ്ങി, അത് ലോൺ എടുക്കുകയും ചെയ്ത്. കമ്പ്യൂട്ടർ ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പൈസ അടയ്ക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടായ്മ എന്നൊരു 1000-1500 രൂപയൊക്കെ കിട്ടി. ആരും പറഞ്ഞിട്ടില്ല. ബാക്കി പണമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്നൊരു കുറച്ച് പൈസ തന്നത് കൊണ്ടേ കൊടുത്തെടുത്തു. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ പണമില്ല കയ്യിൽ. അപ്പം ഞങ്ങളുടെ മോനുണ്ട് ജെറോം, അവൻ്റെ കഴുത്തിൽ ഒരു 1.5 പവന്റെ മാലയുണ്ട്. അത് കൊണ്ടുപോയി ഇവിടുത്തെ മരഞ്ചാട്ടിയിലെ ഗ്രാമീണ ബാങ്കിൽ പണയം വെച്ചിട്ട് 15,000 രൂപ എടുത്ത് കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഞങ്ങൾ അടച്ചത്. ഇതടച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രത്യേക കൃപയാൽ ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആ അടച്ച ഇൻസ്റ്റാൾമെന്റ് 11,500 രൂപ അടയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. 11,500 രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് ആ സഹോദരൻ തന്നു. പ്രൈസ് ദി ലോർഡ്. ആരോടും ചോദിച്ചില്ല. കർത്താവ് കണ്ടു. ആ സഹോദരന് പ്രചോദനമാകി. ആ സഹോദരൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും ആ സഹോദരനോട് പറഞ്ഞില്ല കുറച്ച് പണം എനിക്ക് വേണം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. അദ്ദേഹം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടി ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ട് അത് ഓഫാക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, കർത്താവ് എന്നോട് പറയുന്നു ആ പണം തരാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ഇടപെടല് വളരെ അത്ഭുതകരമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ആ ലോൺ അടച്ചില്ല, ആ പൈസ കയ്യിൽ വെച്ചോണ്ടിരുന്നു. 3ാമത്തെ ഇൻസ്റ്റാൾമെന്റിലേ തീരുകയുള്ളൂ. അപ്പോഴും പണമില്ല, ആ പൈസ കൊണ്ടേ അടച്ചു. അതിനിടയ്ക്ക് നമ്മുടെ കൂട്ടായ്മയിൽ കുറച്ച് പേര് ചെറിയ ചെറിയ പൈസകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവം തക്ക സമയത്ത് ഇടപെട്ടിട്ടാണ് ഈ ശുശ്രൂഷ ഇത്രയും വളർന്നു വന്നത്. ശുശ്രൂഷയ്ക്ക് വലിയ ധാരാളം ചെലവുകളുണ്ട്. അപ്പം ആരോടും നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഇതുവരെ വ്യക്തികളുടെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവത്തിന്റെ മുമ്പിൽ കരയും. കർത്താവിന്റെ ശുശ്രൂഷ ആയതുകൊണ്ട് അവന്റെ മുമ്പിൽ കരയും. ആരുടെയെങ്കിലും അവൻ ഇടപെടും. ഞാൻ അറിയാത്ത, എന്നെ കണ്ടിട്ടില്ലാത്ത, എന്നെ കേട്ടിട്ടില്ലാത്ത അനേകര് ആ സഹായഹസ്തവുമായിട്ട് കടന്നു വരുന്നു. അതിലൂടെയാണ് എഫാത്ത ശുശ്രൂഷ പോവുക. അപ്പൊ ഒരിക്കലും ഒരാളോടും ഒരു പൈസ പോലും എഫാത്ത പിരിവായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിധത്തിലോ ചോദിക്കാറില്ല, ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷയായിട്ട് ഇതിനെ പരിപാലിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസം ഈ ശുശ്രൂഷയിലുള്ള എല്ലാവർക്കുമുണ്ട്. ഞങ്ങളുടെ അച്ഛനൊക്കെ അതിനുവേണ്ടി ഒത്തിരി ത്യാഗം സഹിക്കുന്നുണ്ട്. അതിനാണ് അച്ഛൻ മലയെന്നൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത്. ജനറേറ്റർ വാങ്ങാൻ നേരത്ത് അച്ഛൻ്റെ ദിവസം പറഞ്ഞു, ഞാനൊരു 10,000 രൂപ ഇങ്ങനെ തന്നേക്കാന്ന് പറഞ്ഞു. അച്ഛൻ 10,000 രൂപ നമ്മുടെ ജനറേറ്റർ വാങ്ങാൻ വേണ്ടി തന്നതാണ്. അപ്പൊ അത്രയും വലിയ സഹകരണം. ആരും ചോദിച്ചില്ല, അച്ഛനോട് ചോദിച്ചില്ല. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു കുറച്ച് പൈസ എൻ്റെ ഉണ്ട്, കടമായിട്ട് ഞാൻ തരാമെന്നൊക്കെ. പിന്നെ ഞാൻ അച്ഛൻ ആ പൈസ പൈസ കടമായിട്ടല്ല, 10,000 എനിക്ക് തിരിച്ചു തരണ്ട, ഇതാ എഫാദയ്ക്കെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. കടം വാങ്ങാൻ പോയപ്പോഴും കടമില്ലാതെ ദൈവം എഫാദയുടെ ശുശ്രൂഷയെ അനുഗ്രഹിച്ചു. അത് വലിയൊരു അനുഭവമായി ഞങ്ങളുടെ ജീവിതത്തിൽ എഫാദ കൂട്ടായ്മയിൽ മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. ആകാശം തുറന്ന് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കടം വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ എൻ്റെ വീട്ടിലെ കാര്യം നടക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. ആരുടെങ്കിലും കടം വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കടം വാങ്ങേണ്ടി വരില്ല. നീ അനേക ജനതകൾക്ക് കടം കൊടുക്കും, അനേകർക്ക് കടം കൊടുക്കും. മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ നമുക്ക് പ്രയാസമാണ്. കൊടുത്താൽ കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കും. ധൈര്യപൂർവം കൊടുക്കാനുള്ള കൃപ ദൈവം തരും. ഇങ്ങനെ കടം കൊടുക്കാൻ കഴിയുന്നത് അവന്റെ വചനം പാലിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എല്ലാ തരത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. അവിടെ നിന്ന് വീണ്ടും പറയുന്നുണ്ട്, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നമുക്ക് മറ്റുള്ളവരെ ഭയവാ. ആരാ രാത്രിയിൽ എന്നെ ഉപദ്രവിക്കാൻ വരുന്നത്? വഴി കൂടെ നടന്നു പോയാൽ ആരാ എന്നെ പീഡിപ്പിക്കാൻ വരുന്നത്? അല്ലെ, വീട്ടിലിരുന്ന എൻ്റെ കൊച്ച് സ്കൂളിൽ പോയിട്ടുണ്ട്. 10-16 വയസ്സായ പെങ്കൊച്ചാണ്. സമയം
കഴിഞ്ഞു, അവൾ വരുന്നുണ്ടോ, ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ, ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്, ആരെങ്കിലും എടുത്തോണ്ട് പോകുമെന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരുന്ന് മാതാപിതാക്കൾ ഇങ്ങനെ നീറിപ്പോകയാ അല്പസമയം കണ്ടില്ലെങ്കിൽ. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ മറ്റുള്ളവർ ഭയപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം എന്ത് ചെയ്താൽ മതി? പാലിച്ചാൽ മതി. കത്തിയും തോക്കും ഗേറ്റ് ഇട്ട് വലിയ പട്ടീനെ വീട്ടിൽ കെട്ടിയിട്ട് അതിനെ കൊണ്ട് ഒച്ചത്തി കുരപ്പിക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? ദൈവത്തിന്റെ വചനം പാലിച്ചാൽ മതി. അപ്പോൾ ദൈവം തന്റെ സൈന്യങ്ങളെ ആ വ്യക്തിയുടെ ഭവനത്തിനും വീടിനും ആ വ്യക്തി നടന്നു പോകുന്നിടത്തെല്ലാം കാവൽ നിർത്തുകയും ആ വ്യക്തിയെ കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുവാനോ അയാളെ പ്രയാസപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കും ദൈവം. ആരും അങ്ങോട്ട് കടന്നു വരികയില്ല. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ, ഞങ്ങൾ വിശിഷ്ടരും ക്യാമറുമാണെന്ന് പറയരുത്. ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞങ്ങൾ രാത്രിയിലൊന്നും ഞങ്ങളുടെ വീടിന്റെ കഥ അടയ്ക്കാറില്ല. തുറന്നു കിടക്കും, രാത്രിയിലും തുറന്നു കിടക്കും, കഥ നടക്കില്ല. കാരണം ആരും അവിടെ അങ്ങോട്ട് കയറി വരത്തില്ല. ഞങ്ങളുടെ ബലം കണ്ടിട്ടോ എന്റെ താടി കണ്ടിട്ടൊന്നുമല്ല, ദൈവം സംരക്ഷിക്കുന്നതുകൊണ്ടാ. ഒരിക്കലും ഞങ്ങൾ ഈ മരഞ്ചാട്ടിൽ ഒന്ന് താമസിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലിസിയുടെ കഥ അടയ്ക്കാണ്ട് ഇറങ്ങിപ്പോയി. ഞങ്ങൾ പിറ്റേ ദിവസമാണ് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. ഒരു പട്ടിയോ പൂച്ചയോ ഒന്നും അവിടെ കയറിയില്ല. ദൈവം പരിപാലിച്ചു. അവിടെ ഒന്നും ഉണ്ടായിട്ടല്ല, ദൈവം പരിപാലിച്ചു. അപ്പം ദൈവത്തിന്റെ പ്രവർത്തനം, അവന്റെ വചനം പാലിച്ചാൽ. എങ്ങനെ വചനം പാലിക്കുക? പാപം ചെയ്യാതെ ജീവിച്ചു എന്നുള്ളത് കൊണ്ടല്ല, ചെയ്ത പാപത്തെക്കുറിച്ച് അനുതപിച്ച് അവന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവന്റെ കൃപ തേടി അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ജീവിക്കുന്നതാണ് കർത്താവിന്റെ വചനം പാലിച്ച് ജീവിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ, അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ജീവിക്കുമ്പോഴാണ് ദൈവം നമുക്ക് സംരക്ഷണം നൽകുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ പാപികളെ തേടിയാണ് വന്നത്, പശ്ചാത്തപിക്കുന്നവരെ തേടിയാണ് വന്നത്, നീതിമാന്മാരെ തേടിയല്ല വന്നതെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് കുറവുകളില്ലാതെ മുന്നേറണമെങ്കിൽ അവന്റെ വചനം പാലിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അവിടുന്ന് പറഞ്ഞു, നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. കളപ്പുരകളിലും നിന്റെ കലവറയിലും ദൈവം അനുഗ്രഹം വർഷിക്കും. കളപ്പുരയിൽ അനുഗ്രഹം വർഷിച്ചാൽ പോരെ, കൃഷി ചെയ്യുന്നിടത്ത് നല്ല വിളവ് കിട്ടിയാൽ മതി. വീട്ടില് ദൈവം നമുക്ക് നൽകിയ കുഞ്ഞുമക്കൾ പഠിച്ച് മിടുക്കരായി നല്ല ജോലി വാങ്ങിയാൽ മതി. രോഗമൊന്നും വരാതെ ദൈവം പരിപാലിച്ചാൽ മതി. അനർത്ഥങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം സംരക്ഷിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹവും സന്തോഷവും അവൻ നിറച്ചു തരും. അപ്പോൾ നമുക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ നമുക്കെപ്പോഴും നമ്മുടെ ശത്രുവിനെ കുറിച്ചാ പേടി. ആരെങ്കിലും നമുക്കെന്തെങ്കിലും ചെയ്തോ? ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ കാരണം ഞാൻ തളർന്നു പോകാൻ, സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകാൻ, എൻ്റെ വീട്ടിൽ നിന്ന് മാറാത്ത രോഗമുണ്ടാകാൻ, അയലോക്കംകാര് കൂടോത്രം ചെയ്തോ, മന്ത്രവാദം ചെയ്തോ എന്നുള്ള പേടിയാ പലർക്കും. അങ്ങനെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ആരോ എനിക്ക് വേണ്ടി എന്തോ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നില്ല എന്ന്. അവിടുന്ന് പറഞ്ഞു, നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, എന്നാൽ 7 വഴിയിലൂടെ അവർ തിരിച്ചോടും. നീ മന്ത്രവാദം ചെയ്തോ കൂടോത്രം ചെയ്തോ എന്ന് വിചാരിച്ചുകൊണ്ട് വേറെ പൂജാരിയുടെ അടുത്തൊന്നും പോകണ്ട. കർത്താവിന്റെ വചനം പാലിച്ചാൽ മതി. നിന്റെ ശത്രുക്കള് നിനക്ക് എതിരെ ഇങ്ങ് വരുമ്പോൾ അവര് തിരിഞ്ഞോടുന്നത് 7 വഴിയിലൂടെ ആയിരിക്കും. കാരണം നിന്റെ ശക്തി കണ്ടിട്ടല്ല, കർത്താവിന്റെ സംരക്ഷണം ആ വ്യക്തിക്കുള്ളത് കൊണ്ട് അവർ തിരിഞ്ഞോടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹീതൻ. അയൽവാസികൾ അസൂയപ്പെട്ടാലും, അവര് നിനക്കെതിരെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയാലും, അവർ നിനക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാലും, അവർ നിന്റെ മാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും, അവൻ നിന്റെ എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവന്റെ വചനം പാലിക്കാൻ മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും. അതുകൊണ്ട് നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. മറ്റൊരു മാരകായുധവും കരുതണ്ട. ഒരാളുടെ ഇടയ്ക്ക് പോയിട്ട് നമ്മൾ അവരെ ദേഷ്യത്തോടെ വഴക്ക് പറയണ്ട. നമ്മളുടെ ചുറ്റുമതിലിന് ബലം കൂട്ടേണ്ട, ഉയരം കൂട്ടേണ്ട, അതിന്റെ മുള്ളുകമ്പിയും ഇലക്ട്രിക് ലൈനും സ്ഥാപിക്കേണ്ട. മറിച്ച് അവന്റെ വചനം പാലിച്ചാൽ
ഈ ലോകത്തിലെ എല്ലാ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്കാളും എല്ലാ തരത്തിലുള്ള ബലിഷ്ഠമായ കോട്ടകളെക്കാളും ഉറപ്പുള്ള സംരക്ഷണം അവൻ നൽകും. അതുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ചും അബ്രാഹത്തിന്റെ സാക്ഷ്യത്തിന് വേണ്ടി കുമ്പാറ ബേബിച്ചേട്ടൻ എഴുതി ട്യൂൺ ചെയ്ത് ജോർജിന് ഓർക്കസ്ട്ര ചെയ്ത് ബേബിച്ചേട്ടൻ ആ പാട്ട് പ്രത്യേകമായി പറഞ്ഞുകൊടുത്ത് സംഗീതം ചെയ്ത് ജോൺസണും ജോയിച്ചേട്ടനും അവർ ശൈലിയും ജോസ്നിയും ലിസിയും ഇവരെല്ലാം കൂടെ ചേർന്ന് പാടുമ്പോൾ നമുക്കും ഇവരുടെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടാം. എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് അവന്റെ കൽപ്പന പാലിച്ച അനുഗ്രഹം നദി പോലൊഴുകി വരും. ചേർന്ന് പാടാം. കൽപ്പന പാലിച്ച അനുഗ്രഹം നദി പോലൊഴുകി വരും. അവിടുത്തെ വചനം അനുസരിച്ചാൽ കൃപയാലെന്നും നീ നിറയും. അവിടുത്തെ വചനം അനുസരിച്ചാൽ കൃപയാലെന്നും നീ നിറയും. നിന്റെ കളപ്പുഴയവൻ നിറയ്ക്കും, നിന്റെ കലവറയവൻ കാക്കും. എല്ലാവരും ചേർന്ന്. നിന്റെ കളപ്പുഴയവൻ നിറയ്ക്കും, നിന്റെ കലവറയവൻ കാക്കും. അവന്റെ കൽപ്പന പാലിച്ച അനുഗ്രഹം നദി പോലൊഴുകി വരും. അവന്റെ കൽപ്പന പാലിച്ച അനുഗ്രഹം നദി പോലൊഴുകി വരും. അവിടുത്തെ വചനം അനുസരിച്ച കൃപയാലെന്നും നീ നിറയും. അവിടുത്തെ വചനം അനുസരിച്ച കൃപയാലെന്നും നീ നിറയും. അവന്റെ വചനം നമ്മുടെ ജീവിതത്തിന് കോട്ടയാണ്, ബലമാണ്, ശക്തിയാണ്. അവന്റെ കൽപ്പന പാലിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ആഹാരം ഇല്ലാതായി പോകുകയില്ല. നമ്മുടെ പാചകത്തിന് ആവശ്യമായ പാത്രങ്ങൾ ദൈവം നമ്മുടെ അടുക്കളയിൽ തരാതിരിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആവശ്യമായി വയറ് നിറയുന്ന അത്രയും ആഹാരവും അതിനുവേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും അവൻ തരും. അവൻ അത്രയും സ്നേഹമുള്ളവനാണ്. അവിടുത്തെ വഴിയെ നീ ചരിച്ചാൽ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കും പാത്രവും അനുഗ്രഹിക്കപ്പെടും. അവിടുത്തെ വഴിയെ നീ ചരിച്ചാൽ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കും പാത്രവും അനുഗ്രഹിക്കപ്പെടും. അവിടുത്തെ സ്നേഹം നീ അറിഞ്ഞാൽ അനേകർക്കായി നീ കടം കൊടുക്കും. അവിടുത്തെ സ്നേഹം നീ അറിഞ്ഞാൽ അനേകർക്കായി നീ കടം കൊടുക്കും. വാങ്ങേണ്ടി വരികയില്ല, നിന്റെ കളപ്പുരയവൻ നിറയ്ക്കും. എല്ലാവരും ചേർന്ന്. നിന്റെ കലവറയവൻ കാക്കും. വിശ്വാസത്തോടെ. നിന്റെ കളപ്പുരയവൻ നിറയ്ക്കും, നിന്റെ കലവറയവൻ കാക്കും. അവന്റെ കൽപ്പന പാലിച്ച അനുഗ്രഹം നദി പോലൊഴുകി വരും. അവന്റെ കൽപ്പന പാലിച്ച അനുഗ്രഹം നദി പോലൊഴുകി വരും. അവിടുത്തെ വചനം അനുസരിച്ചാൽ കൃപയാലെന്നും നീ നിറയും. അവിടുത്തെ വചനം അനുസരിച്ചാൽ കൃപയാലെന്നും നീ നിറയും. അവന്റെ നാമം നീ വഹിച്ച നല്ലവൻ ദൈവം ജനതകൾ തൻ നേതൃനിരയിൽ നിന്നെ ഉയർത്തും. അവന്റെ നാമം നീ വഹിച്ച നല്ലവൻ ദൈവം ജനതകൾ തൻ നേതൃനിരയിൽ നിന്നെ ഉയർത്തും. അവന്റെ
അവന്റെ ആത്മാവാൽ നിറഞ്ഞാൽ വിശുദ്ധ ജനമായി നിന്നെ ഒരുക്കും. അവന്റെ ആത്മാവാൽ നിറഞ്ഞാൽ വിശുദ്ധ ജനമായി നിന്നെ ഒരുക്കും. ജലത്താൽ നിന്നെ നടത്തും. അവന്റെ കൽപ്പന പാലിച്ചാൽ അനുഗ്രഹം നദി പോലൊഴുകി വരും. അവന്റെ കൽപ്പന പാലിച്ചാൽ അനുഗ്രഹം നദി പോലൊഴുകി വരും. അവിടുത്തെ വചനം അനുസരിച്ചാൽ കൃപയാലെന്നും നീ നിറയും. അവിടുത്തെ വചനം അനുസരിച്ചാൽ കൃപയാലെന്നും നീ നിറയും. നിന്റെ കളപ്പുരയവൻ നിറയ്ക്കും. എല്ലാവരും സന്തോഷത്തോടെ കരമടിച്ച് കളവറയവൻ കാക്കും. നിന്റെ കളപ്പുരയവൻ നിറയ്ക്കും. നിന്റെ കളവറയവൻ കാക്കും. നിന്റെ കളപ്പുരയവൻ നിറയ്ക്കും. നിന്റെ കളവറയവൻ കാക്കും. നിന്റെ കളപ്പുരയവൻ നിറയ്ക്കും. നിന്റെ കളവറയവൻ കാക്കും. നമ്മുടെ കലവറയും കളപ്പുരയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തോ, നമ്മുടെ ആവശ്യങ്ങളെ ഓർത്തോ, നമ്മുടെ ഇല്ലായ്മകളെ ഓർത്തോ വേദനിക്കാതെ അവന്റെ വചനത്തിൽ അനുസരിച്ച് അവന്റെ വചനം കേട്ട് അത് പാലിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓ ദൈവമേ മഹത്വം, ദൈവമേ മഹത്വം. ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഓ കർത്താവേ, നിന്റെ വചനം പാലിച്ച് നിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഈ മക്കൾക്ക് നന്നരുളണമേ കർത്താവേ. സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്താൽ നിറയണമേ. ഞങ്ങളെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ എല്ലാ കുറവുകളിലും അങ്ങ് നിറഞ്ഞവനായി കടന്നു വരണമേ. ഞങ്ങളുടെ കലവറയും കളപ്പുരയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ നന്ദി. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ഇതിന്റെ പ്രിയപ്പെട്ട മക്കള് അവരുടെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടുത്തെ വിശുദ്ധ ദൂതന്മാര് ഈ മക്കൾക്ക് കാവലും സംരക്ഷണവുമായിരിക്കട്ടെ. ഇവർ രോഗങ്ങളിൽ നിന്നെല്ലാം മോചിതരായി ആരോഗ്യത്തോടെ അവിടുത്തെ വില ചെയ്യുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ കൂട്ടായും പങ്കുചേരുന്ന സകല മക്കളെയും ആശ്വസിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയും പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരദാനങ്ങളും അഭിഷേകവും എല്ലാ മക്കൾക്കും നൽകി എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവോട് നിറച്ച് കൂടുതൽ സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടെ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കർമ്മ മേഖലകളിലേക്ക് അവർക്ക് കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കാൻ കൃപ നൽകണമേ. പിതാവായ ദൈവത്തിന്റെയും അവിടുത്തെ പുത്രനായ യേശുമിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും കൃപയും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവേ നന്ദി. ദൈവമേ മഹത്വം. കർത്താവേ സ്തോത്രം. യേശുവേ നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. എപ്പോഴും അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ മകനെ അനുഗ്രഹിക്കുന്നതിന്റെ ഇരട്ടിയായി
ദൈവം നിന്നെ അനുഗ്രഹിക്കും. ശാപമോ പ്രാക്കോ ഇല്ലാതെ, പിറുപിറുപ്പില്ലാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ നിന്റെ ശിരസ്സ് ഉയർത്തുക. ദൈവം ഞാനാണെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. അബ്രാഹത്തിനു ദൈവം ഞാനാണെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. ഇസ്രായേലേ ദേശം ഞാൻ നിനക്കു നൽകും. ഭൂമധ്യേ നീ എന്നും അനുഗ്രഹമാകും. ഇസ്രായേലേ ദേശം ഞാൻ നിനക്കു നൽകും. ഭൂമധ്യേ നീ എന്നും അനുഗ്രഹമാകും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അബ്രാഹത്തിന് നൽകിയതുപോലെ നിനക്കും നൽകും. ഇവിടെ ഒരു അബ്രാഹം സാക്ഷ്യം പറഞ്ഞു. അതുപോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ അബ്രാഹത്തിന് കൊടുത്തപോലെ നിനക്കും തരും. അബ്രാഹത്തിന്റെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യാക്കോവിന്റെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇസഹാക്കിന്റെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആകാശത്തിൽ മഞ്ഞും ഭൂതര സൃഷ്ടികളും സമ്പന്നമാക്കും, നിന്നെ സമ്പന്നമാക്കും. ആകാശത്തിൽ മഞ്ഞും ഭൂതര സൃഷ്ടികളും സമ്പന്നമാക്കും, നിന്നെ സമ്പന്നമാക്കും. ധാന്യങ്ങളും മുന്തിരിച്ചാലും നിന്റെ കളപ്പുരയിൽ നിറച്ചു നൽകും സമൃദ്ധമായി ഞാൻ. ധാന്യങ്ങളും മുന്തിരിച്ചാലും നിന്റെ കളപ്പുരയിൽ നിറച്ചു നൽകും സമൃദ്ധമായി ഞാൻ. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലത് കരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ദേശത്തിന്റെ അധിപതിയാകാനും കലവറയില് എന്നും പറ്റാത്ത ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടാകുവാനും ഇന്നത്തെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി അവിടുന്ന് മാറ്റി. പ്രത്യേകിച്ചും കർത്താവിന്റെ അഭിഷേകത്തിലൂടെ നമുക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായി നമ്മളെ ശുദ്ധീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള എല്ലാ നല്ല വഴികളും അവൻ തുറന്നു തന്നു. പാപത്തെ ഓർത്ത്, ചെയ്തു പോയ പാപത്തെ ഓർത്ത് വേദനിക്കാതെ അവനോട് മാപ്പ് ചോദിക്കുമ്പോൾ അവൻ അനുഗ്രഹിക്കും. മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തിയേക്കാം,
നീ ഭോഷനാണെന്നും മോശക്കാരനാണെന്നും ഒന്നിനും കൊള്ളാത്തവനാണെന്നും മറ്റുള്ളവർക്ക് തിന്മ ചെയ്യുന്നവനാണെന്നും ഒക്കെ അവര് പറഞ്ഞേക്കാം. എന്നാൽ നിന്റെ കർത്താവ് ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തുന്നവനല്ല. യേശു ക്രിസ്തു കടന്നു വന്നിട്ട് ആരെയും കുറ്റപ്പെടുത്തിയില്ല. പാപികളുടെ കൂടെ, വേശ്യകളുടെ കൂടെ, ചുങ്കക്കാരുടെ കൂടെ, അതുപോലെ പരീശരുടെ കൂടെ, നിയമജ്ഞരുടെ കൂടെ, കുഷ്ഠരോഗികളുടെ കൂടെ, തളർവാദ രോഗികളുടെ കൂടെ അവൻ അവരോടൊപ്പം ഉറങ്ങി, ഉണ്ടു, ഭക്ഷിച്ചു, അവർക്ക് നൽകി, അവരെ സുഖപ്പെടുത്തി, അവരെ അനുഗ്രഹിച്ചു, അവർക്ക് പാപമോചനം നൽകി, അവരെ ശ്രേഷ്ഠരെന്ന് സ്നേഹിതരെന്ന് വിളിച്ച് അവരെ ചേർത്ത് പിടിച്ചു. അതേ കർത്താവ് തന്നെയാണ് എഫ്ഫാത്തായിലുമുള്ളത്. അവൻ ചേർത്ത് വെച്ച് നിങ്ങളുടെ കുറവുകള്, എന്റെ കുറവുകള് നോക്കാതെ അവൻ നമ്മെ ചേർത്ത് വെച്ച് അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കരമടിച്ച് ആനന്ദത്തോടെ നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ഗായകരോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഗാനം ആലപിക്കാം. കരമടിച്ച് ഈ ഭവനം നിൻ ഭവനം, ഇതു ദൈവം വാഴും ഭവനം. ഈ ഭവനം നിൻ ഭവനം, ഇതു ദൈവം വാഴും ഭവനം. ഈ ഭവനത്തിലേക്കിതാ ഈശോ നിന്നെ വിളിച്ചിടുന്നു. ഈ ഭവനത്തിലേക്കിതാ ഈശോ നിന്നെ വിളിച്ചിടുന്നു. വരൂ വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകനേ. ഈ ഭവനം നിൻ ഭവനം, ഇതു ദൈവം വാഴും ഭവനം. ഈ ഭവനം നിൻ ഭവനം, ഇതു ദൈവം വാഴും ഭവനം. അതുപോലെ ഒഴുകി അനേകരുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ആത്മീയമായ നിറവിലേക്ക് നയിക്കുന്ന ഈ ശുശ്രൂഷ ഭവനത്തിലേക്ക് അനേകരെ നമുക്ക് വിശ്വാസപൂർവം സ്വാഗതം ചെയ്യാം. നൊമ്പരങ്ങളാ നിൻ മനസ്സു മൂടിയല്ലോ, രോഗപീഠയാ നിൻ മിഴികളൊഴുകിയല്ലോ. നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ, നീ സുഖമായിടുമല്ലോ. ഈ നിമിഷം നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ, നീ സുഖമായിടുമല്ലോ. വരൂ വരൂ പ്രിയ മകളേ, വരൂ വരൂ പ്രിയ മകളേ, വരൂ വരൂ പ്രിയ മകളേ, വരൂ വരൂ പ്രിയ മകളേ. ഈ ഭവനം നിൻ ഭവനം, ഇതു ദൈവം വാഴും ഭവനം. ഈ ഭവനം നിൻ ഭവനം, ഇതു ദൈവം വാഴും ഭവനം. ബന്ധനങ്ങളാ നിൻ ഹൃദയമിടറിയല്ലോ, ബന്ധനങ്ങളാ നീ പതറി വീണുവല്ലോ. നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ,
നീ സുഖമായിടുമല്ലോ. ഈ നിമിഷം നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ, നീ സുഖമായിടുമല്ലോ. വരൂ വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകനേ. ഈ ഭവനം നിൻ ഭവനം, ഇതു ദൈവം വാഴും ഭവനം. ഈ ഭവനം നിൻ ഭവനം, ഇത് ദൈവം വാഴും ഭവനം. ഈ ഭവനത്തിലേക്കിതാ ഈശോ നിന്നെ വിളിച്ചിടുന്നു. ഈ ഭവനത്തിലേക്കിതാ ഈശോ നിന്നെ വിളിച്ചിടുന്നു. വരൂ വരൂ പ്രിയ മകനേ, 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 വരൂ വരൂ പ്രിയ മകനേ. Praise the Lord. പ്രകമ്പനം കൊള്ളുമാറ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.